ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? ലാലേട്ട് അന്ന് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യുന്നത് അവർക്ക് ഓക്കെ അല്ലാന്ന് തോന്നുന്നുണ്ട്. അവരുടെ മകൻ അടക്കം ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിശ്ചിതമാണ്. നിങ്ങളുടെ ലക്ഷ്മിക്കും മസ്താനിക്കും ആതിര നൂറ എന്ന കപ്പിളിനെ ഒരിക്കലും നോർമലൈസ് ആയിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നോർമലൈസ്ഡ് അല്ലാത്ത ആൾക്കാരെ അബ്നോർമൽ എന്നുള്ളൊരു സ്കീം കൊടുക്കണം എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെ കൊന്നുകളയണമെന്നാണോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റ് ലക്ഷ്മി കണ്ടുപിടിച്ചതോ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണോ? കാരണം ഇൻ ക്ലിനിക്കൽ സൈക്കോളജി കൺവേർഷൻ തെറപ്പി എന്ന് പറഞ്ഞൊരു അപ്രോച്ച് ബാൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി അൺഎത്തിക്കൽ ടു യൂസ് ഇറ്റ്. ആൻഡ് നോ ലൈസൻസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഓർ സൈക്കാട്രിസ്റ്റ് വുഡ് റെക്കമെൻഡ് സച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ്സ്. ഒരാൾ എങ്ങനെയാണോ അത് ആ രീതിയിൽ അയാൾക്ക് സപ്പോർട്ട് കൊടുത്ത് സൈക്കോതെറപ്പി കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ പറഞ്ഞ് മല്ലു ടോക്സിക് ഗ്രൂപ്പ് എന്നോ ഏതെങ്കിലും ഒരു കമൻറ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഉറപ്പായിട്ടും സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. So there is nothing wrong about being a lesbian or being a bisexual or a transgender unless and until somebody forces you to do something like that. It is somebody's personal choice or rather a biological thing. So live and let live. ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് അതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്?